ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങളുടെ പ്രശ്നം തദ്ദേശത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ നാട് മുഴുവൻ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് അത് കോടതിയാണെന്ന് പറയുമ്പോൾ പോലും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു വികാരം നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞാണ്. നിങ്ങളുടെ ഒരു UDF കൺവീനർ ഒന്ന് പറയുകയാണ് 8-ാം പ്രതിക്ക് നീതി കിട്ടി, അപ്പീൽ പോകുന്നത് സർക്കാർ വേറെ പണിയില്ലാത്തത് കൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ശരി നിങ്ങൾക്ക് കിട്ടിയ പരാതി നിങ്ങൾ കൊടുത്തു, നിങ്ങൾ എന്തിനാണ് നേരത്തെ അത് ലീഗലി ഡ്രാഫ്റ്റഡ് ആണോ ലീഗലി നോക്കിയതാണോ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് എന്തിനാണ് സംശയം ഉണ്ടാവേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെടേണ്ടതുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിക്രിയകൾ? രണ്ടിനും ഉത്തരം പറയാം. ഒന്ന്, അങ്ങയുടെ ചോദ്യം ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. നോക്കൂ, പ്രതിഭാഗത്തിന്റെ ബേസിക് ഡിഫൻസ് 1-8 പ്രതികൾ തമ്മിൽ ബന്ധമില്ലായിരുന്നു എന്നുള്ളതാണ്. ആ ബേസിക് ഡിഫൻസ് അക്സെപ്റ്റ് ചെയ്യാതെ ഒരിക്കലും ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഒരു വിധി പ്രഖ്യാപിക്കാൻ പറ്റില്ല. 12-ാം തീയതിയാണ് പൂർണ്ണാർത്ഥത്തിൽ വിധി കിട്ടുക. പക്ഷേ ആ ബേസിക് ഡിഫൻസ്, അതായത് പൾസർ സുനിയും ദിലീപും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതിന് കൃത്യമായ തെളിവുകൾ ഹാഷ്മിയുടെയും എന്റെയും ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പരതിയാൽ കിട്ടുമായിരുന്നു. അതുപോലും കോടതിയിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ, നീറ്റ്ലി പ്രസന്റ് ചെയ്യാൻ കഴിയാതെ പോയൊരു പ്രോസിക്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ആ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയെങ്കിൽ അതിന്റെ കാരണം കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അല്ല, പിന്നെ വസന്ത്, നിങ്ങൾ പറയേണ്ടത് പ്രോസിക്യൂഷൻ പരാജയം എന്നാൽ സർക്കാർ പരാജയമാണെന്നും ഇവിടെ ഈ ജഡ്ജി അല്ലെങ്കിൽ ഈ കോടതി ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോകുമ്പോൾ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിസ്സഹായത അല്ല സർക്കാർ കാണിക്കേണ്ടതെന്നും സർക്കാർ അതിൽ ഇടപെടണമെന്നുമാണ് നിങ്ങൾ പറയേണ്ടത്. അതല്ലാതെ അപ്പീൽ പോകുന്നത് സർക്കാർ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് എന്നാണോ നിങ്ങളുടെ നേതാക്കൾ പറയേണ്ടത്? ശ്രീ വസന്ത്. അല്ല, തിരുത്തിയില്ലേ? അല്ല ഹാഷ്മി, നോക്കൂ, തിരുത്തിയില്ലേ? മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തിരുത്തിയില്ലേ? UDF കൺവീനർ ആ ആദ്യത്തെ അഭിപ്രായം പറയുമ്പോൾ തന്നെ അദ്ദേഹം ചേർത്ത് വെക്കുന്ന ഒരു വാക്കുണ്ട് ശ്രീ ഹാഷ്മി. എന്താ അത്? എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ ആ വ്യക്തിപരമായ അഭിപ്രായത്തിന് പോലും യാതൊരു സാധുതയും നൽകേണ്ടതില്ല എന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായവും ഔദ്യോഗികമായ UDFന്റെ അഭിപ്രായവും അതല്ല. അതിജീവിത എന്തു തീരുമാനിക്കുന്നു അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർക്ക് നീതി ലഭ്യമായില്ലെന്ന് അവർക്ക് തോന്നലുണ്ടെങ്കിൽ അതാണ് UDFന്റെ തോന്നൽ. അവർക്ക് അപ്പീൽ പോകണമെന്നാണ് അവരുടെ അഭിപ്രായമെങ്കിൽ അതാണ് UDFന്റെ അഭിപ്രായം. സർക്കാർ പരാജയമാണെന്നും സർക്കാർ തലത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ലാഗ് ആകുന്നു എന്നും അതിജീവിത തന്നെ പറഞ്ഞപ്പോൾ ആ അതിജീവിത അപമാനിക്കാൻ വേണ്ടി CPMന്റെ സൈബർ വെട്ടുകുളിക്കൂട്ടം ഇറങ്ങി പുറപ്പെട്ടൊക്കെ ഞങ്ങൾ കണ്ടതാണ് കേട്ടോ. അതൊക്കെ അങ്ങ് കണ്ണടച്ച് ഇരുട്ടാക്കാമെന്ന് CPM വിചാരിക്കണ്ട. അതിജീവിത തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.